നമ്മളിന്ന് ഇവിടെ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ തൊട്ടടുത്ത് ഒരു മഹാത്മാവിൻ്റെ ദേഹവിയോഗം നടന്നിട്ടുണ്ട്. ബ്രഹ്മപാദാനന്ദ സരസ്വതി, സത്യാനന്ദ സരസ്വതിയുടെ ശിഷ്യനാണ്. ചേങ്കോട്ടുകുണത്താണ് ആശ്രമം. അദ്ദേഹത്തിൻ്റെ അടക്കം ഉച്ചയ്ക്ക് കഴിഞ്ഞു. ഇത് നമുക്കൊരു അറിവാണ്. ഓരോ ശരീരം വെടിയുമ്പോഴും ഓർക്കണം, നമ്മുടെയും ഊഴം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഈ ശരീരത്തിൽ നിന്ന് നമുക്ക് വിട പറയേണ്ടി വരും. അതിനു മുൻപ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം, മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ അവസരം കിട്ടിയിരിക്കുന്ന ഈ അവസരത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ ആരാണ് എന്നറിയുക, താൻ ആരാണ് എന്നറിയുക, ഞാനും താനും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക. ഈ ശരീരത്തിലിരിക്കുന്ന നാമരൂപധാരിയായ ഞാനാണോ യഥാർത്ഥത്തിലുള്ള ഞാൻ എന്ന് വീണ്ടും വീണ്ടും വിചാരം ചെയ്ത് എപ്പോഴാണോ അതിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടുന്നത്, അപ്പോൾ അത് മറന്നു പോകാതെ, അത് പിടിവിട്ടു പോകാതെ, അതിൽ ഉറച്ചു പിടിച്ച് അതിൽ ശ്രദ്ധ നേടുക, അതിൽ ബലം നേടുക, അതിൽ സ്ഥിതി നേടുക. അതാണ് ഇനി ജന്മമില്ലാത്ത മോക്ഷത്തിന് കാരണമായിട്ടിരുന്നത്. വേറൊരു തരത്തിലും മോക്ഷം കിട്ടുകയില്ല. മോക്ഷമെന്ന് പറയുന്നത് ഇനി ജനിക്കാതിരിക്കണം. ഇനി ജനിക്കാതിരിക്കണമെങ്കിൽ താൻ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധവാനായി അതുമായിട്ട് തൻ്റെ ശ്രദ്ധയെ യോജിപ്പിക്കണം. ദറ്റ് ഈസ് കാൾഡ് യോഗ. അത് നമുക്ക് ഇവിടെ നിരന്തരമായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതിനെ നിസ്സാരം ആയിട്ട് കണക്കാക്കാതെ ശ്രദ്ധാപൂർവം കിട്ടിയിരിക്കുന്ന ഈ അവസരം ഉപയോഗിച്ച് വിലമതിക്കാനാകാത്ത ആ അറിവിലേക്ക് അവരവർ തന്നെ സ്വയം തന്നെ ഉദ്ധരിപ്പിക്കുക. അതാണ് ഗീത ആവശ്യപ്പെടുന്നത്. ഉദ്ധരേതാത്മനാത്മാനം. അവനവൻ തന്നെ അവനവനെ ഉദ്ധരിപ്പിക്കണം. വേറെ ആർക്കും നിങ്ങളുടെ ഉള്ളിൽ കയറിയിരുന്ന് നിങ്ങളെ ഉദ്ധരിപ്പിക്കാൻ കഴിയുകയില്ല. നിസ്സാരം. ഇറ്റ്സ് വെരി സിമ്പിൾ. അതിന് ലൗകികത്തിൽ നിന്ന് ഒളിച്ചോടുകയൊന്നും വേണ്ട. ഭർത്താവിനെ കളയണ്ട, ഭാര്യയെ കളയണ്ട, കുടുംബം കളയണ്ട, ഉദ്യോഗം കളയണ്ട. ബി വിത്ത് എവ്രിതിങ്. ബി ഇൻ ദ വേൾഡ് ആൻഡ് റിമെമ്പർ ദാറ്റ് ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ ഏതൊരു സാക്ഷി ചൈതന്യമാണോ സ്വയം പ്രകാശിച്ചുകൊണ്ട് എന്നിലും സർവരിലും കൂടി പ്രകാശിച്ചു നിൽക്കുന്ന ആ ഏകമായ സാക്ഷി സ്വരൂപം, ആ ചൈതന്യ സ്വരൂപം, അതാണ് എന്നിലെ യഥാർത്ഥ താൻ, എന്നിലെ യഥാർത്ഥ ഞാൻ. ആ താൻ ഭാവത്തിൻ്റെ പ്രതിബിംബമാണ് തന്നിലെ ഞാൻ. അതിനെയാണ് നാം നാമരൂപധാരിയായിട്ട് അഭിമാനിച്ചുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് അതിനെ നിങ്ങൾ കാണാതെ കാണണം. ആരില്ല ഇല്ലാത്തത്? നിങ്ങളിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിട്ട് ഏതൊരു ചൈതന്യമാണോ നിങ്ങളുടെ ഉള്ളിലുള്ളത്, അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് കണ്ട സ്വപ്നത്തെക്കുറിച്ച് ഓർക്കാൻ കഴിയുന്നത്, ഇന്നലകളെക്കുറിച്ച് ഓർക്കാൻ കഴിയുന്നത്.
കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഓർക്കാൻ കഴിയുന്നത് ആ സാക്ഷി ചൈതന്യം നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ തൻ്റെ ശ്രദ്ധയിലേക്ക് ആരാണോ തന്നെ ഉദ്ധരിപ്പിച്ച് സ്ഥിതി ചെയ്യിക്കുന്നത്, ദാറ്റ് ഈസ് ആധ്യാത്മികത, സ്പിരിച്വാലിറ്റി. അല്ലാതെ ഏതെങ്കിലും കാര്യങ്ങൾ വേഷം കെട്ടി നടക്കുന്നതൊന്നും തെറ്റല്ല. ഇതൊക്കെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി കൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഇതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രഭാഷണം നിർത്തിയത് ഓഷോ പറഞ്ഞ ഒരു ഉദാഹരണത്തിലാണ്. അമേരിക്കക്കാരിയായ ഒരു സ്ത്രീ 3-4 പ്രാവശ്യം ഓഷോയെ വന്ന് കണ്ടു. ഓഷോ ഈ രംഗത്ത് ഉള്ള മഹാപ്രതിഭയാണ് ആധ്യാത്മികതയിൽ. അദ്ദേഹം ഒരു ജൈനനാണെങ്കിലും അദ്ദേഹം എഴുതിയിട്ടുള്ള ഗീതാ വ്യാഖ്യാനം, എഴുതിയിട്ടുള്ളതല്ല സംസാരിച്ചിട്ടുള്ളത്, ഏതാണ്ട് 6 വർഷത്തോളം അദ്ദേഹം തുടർച്ചയായിട്ട് നടത്തിയ ആ ഗീതാ ദർശനം 18 വോള്യം ഗംഭീര പുസ്തകം. 500 പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. ഏത് പുസ്തകമെടുത്ത് വായിച്ചാലും ആധ്യാത്മികത മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരു സെക്സ് സ്വാമിയായിട്ട് ഞാൻ തള്ളിക്കളഞ്ഞിരുന്നു. കാരണം അദ്ദേഹത്തെക്കുറിച്ചുള്ള അപവാദം. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ ഒരിടത്തും അങ്ങനൊരു പരാമർശമേ ഇല്ല. ഉള്ളത് മുഴുവനും ആ ദിവ്യ സ്വരൂപത്തെക്കുറിച്ച്. എങ്ങനെ നിങ്ങൾക്ക് അതായിത്തീരാൻ സാധിക്കും? ആ ഭഗവത്ഗീതയുടെ 18 വോള്യം എടുത്തു നോക്കിയാൽ ഇത്രയും വരും. 18 വോള്യം 10,000 രൂപ എങ്ങാണ്ട് വില വരും. 10,000 വരില്ല, ഒരു 8,000 രൂപ വരും. ഇപ്പോൾ 10,000 രൂപയോളം ആകാം. ഒരു വോള്യത്തിനൊക്കെ അത്രയും വില വരും. അതിൽ 9-ാമത്തെ അധ്യായത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്താണ് ഞാൻ പറഞ്ഞ ആ അമേരിക്കക്കാരി അദ്ദേഹത്തെ കാണാൻ വന്ന കാര്യം പറഞ്ഞത്. 2-3 പ്രാവശ്യം അദ്ദേഹത്തെ കാണാൻ വന്നു. അമേരിക്കയിൽ നിന്ന് അദ്ദേഹത്തെ കാണാനായിട്ട് ഇവിടെ വരണമെങ്കിൽ വളരെയധികം ചിലവല്ലേ. അപ്പോൾ 3-ാമതും അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി കൊടുത്തു, ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം വന്നാൽ മതി. അദ്ദേഹം ആധ്യാത്മികതയിലൂടെ നിങ്ങൾ ഏത് നിലയിലേക്ക് ഉയരണം എന്നാണോ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി ഞാൻ എന്താണോ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, പറയുന്നത്, അത് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ മതി. യെസ് എന്നാണ് അഭിപ്രായമെങ്കിൽ മാത്രം നിങ്ങൾ വരിക എന്ന് പറഞ്ഞു മറുപടി കൊടുത്തു. ഈ മറുപടി കിട്ടിയപ്പോൾ അവർ അവിടെ വെച്ച് ആലോചിക്കാൻ തുടങ്ങി. ചേട്ടാ, അദ്ദേഹം എന്തായിരിക്കും പറയുക? അദ്ദേഹം 26-ാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കെട്ടിടം 26-ാമത്തെ നിലയിൽ താമസിക്കുന്ന അദ്ദേഹം ആ നിലയിൽ നിന്ന് എടുത്ത് ചാടാൻ പറയുമോ? ചാടാൻ പറഞ്ഞാൽ എനിക്ക് അനുസരിക്കാൻ കഴിയുമോ? അവർ ചിന്തിച്ചത് അതാണ്. അതല്ലെങ്കിൽ പൂർണ്ണ നഗ്നയായിട്ട് ഈ നഗരത്തിൽ ഒന്ന് വട്ടം ചുറ്റിയിട്ട് വരാൻ പറഞ്ഞാൽ എനിക്കത് അനുസരിക്കാൻ സാധിക്കുമോ? അവർ ആലോചിച്ചു. ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് അനുസരിക്കാൻ സാധിക്കുമോ? അവർ ദീർഘമായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അവർ തീരുമാനമെടുത്തു. യെസ്, 26-ാമത്തെ നിലയിൽ നിന്ന് എന്നോട് ചാടാൻ പറഞ്ഞാൽ ഞാൻ ചാടും. തീരുമാനമെടുത്തു. ഈ നഗരത്തിൽ പൂർണ്ണ നഗ്നയായിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ കറങ്ങിയിട്ട് വരും എന്ന് തീരുമാനമെടുത്തിട്ട് അവർ 3-ാമത്തെ പ്രാവശ്യവും അദ്ദേഹത്തെ കാണാനായിട്ട് വന്നു. അതുവരെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടിട്ടൊന്നും അവർക്ക് യാതൊരു തരത്തിലുള്ള പുരോഗതിയും ഉണ്ടായില്ല. പക്ഷേ ഈ ദൃഢമായ തീരുമാനമെടുത്ത് ദൃഢവിശ്വാസത്തോടുകൂടി 3-ാമത്തെ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അത്ഭുതകരമായ പരിവർത്തനമുണ്ടായി. അദ്ദേഹം 26-ാമത്തെ നിലയിൽ നിന്ന് ചാടാനൊന്നും ആവശ്യപ്പെട്ടില്ല. നഗ്നമായിട്ട് നഗരത്തിൽ കൂടി നടന്ന് വരാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടില്ല.
പക്ഷേ ആ ഗുരുവിൻ്റെ വാക്കുകളിലുള്ള പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി അവർ തീരുമാനമെടുത്തു, അദ്ദേഹം എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും. അതാണ് ദൃഢസങ്കല്പം. ആ ദൃഢമായ സങ്കല്പമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തന്നിലെ ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് തന്നെ ഉയർത്താൻ സാധിക്കൂ. ഞാൻ ഈ ശരീരത്തിൽ നിന്ന് വിട പറയുന്നതിന് മുൻപ്, ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ എന്നിലെ താനായിട്ട് ഈ ശരീരത്തിൽ വാഴും എന്നുള്ള തരത്തിലുള്ള ദൃഢപ്രതിജ്ഞ ആരാണോ എടുക്കുന്നത് അവർക്ക് മാത്രമേ ഈ നിലയിലേക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. വെറുതെ കിട്ടില്ല. എന്താ കിട്ടുന്നത്? എന്താണ്? പുനർജന്മമില്ലാത്ത മോക്ഷം, മുക്തി. ദാറ്റ് ഈസ് കോൾഡ് ദി റിയലൈസേഷൻ. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ജീവനല്ല. അതിനുള്ള ഉദാഹരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശങ്കരാചാര്യ സ്വാമികളുടെ അദ്വൈതാനുഭൂതിയിലൂടെ നമ്മൾ 69ാമത്തെ മന്ത്രത്തിൽ വന്നു നിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് രജ്ജു സർപ്പത്തെക്കുറിച്ചുള്ള ഉദാഹരണമാണ്. 68ാമത്തെ മന്ത്രത്തിൽ നമ്മൾ പറഞ്ഞത് അധ്യസ്ഥോ രജ്ജു സർപ്പോ അയം സത്യവത് രജ്ജു സത്തയ. ഈ അധ്യസ്ഥമായ കയറിൽ പാമ്പില്ല. പക്ഷേ അരണ്ട വെളിച്ചത്തിൽ കയറിനെ കണ്ടപ്പോൾ അത് പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചു. ആ പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച ആ ധാരണ ഉണ്ടായത് ഏതിലാണ്? കയറിലാണ്. ആ അധ്യസ്ഥ സർപ്പം, ആരോപിത സർപ്പം, ഇല്ലാത്ത സർപ്പം ഉള്ളതുപോലെ കാണപ്പെട്ടത് ആ കയറിലാണ്. അതുപോലെ കയറിനെ കയറായിട്ട് കാണാതിരുന്നത് കൊണ്ട്, അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന തന്നിലെ തന്നെ തിരിച്ചറിയാത്തത് കൊണ്ട് നമ്മളെല്ലാവരും തന്നിലെ ഞാനിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. ഈ ഞാനാണ് സത്യം, ഈ ഞാനാണ് ഞാൻ എന്ന ഭാവത്തിൽ നമ്മളെല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. തന്നിലെ ഞാൻ, അങ്ങനല്ലേ നമ്മളെല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? ആ ഞാൻ എവിടെയാണ് ഉള്ളതുപോലെ കാണപ്പെടുന്നത്? തന്നിലെ താനിൽ, തന്നിലെ താനിൽ. കയറിൽ ഉണ്ടായ ഉള്ളതുപോലെ കാണപ്പെടുന്ന സർപ്പം ഏതിലാണ് ഉള്ളതുപോലെ കാണപ്പെടുന്നത്? കയറിൽ. കയറിനെ അറിയാത്തത് കൊണ്ട് ആ കയറിൽ സർപ്പദർശനം നടന്നു. അതുപോലെ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയാതിരിക്കുന്നത് കൊണ്ട് അതിൽ ഞാൻ എന്നുള്ള ഒരു ഭാവം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അത് സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച് നാം അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതം അതാണ്. എത്ര പ്രാവശ്യം നമ്മൾ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിട്ടുണ്ടോ അത്രയും പ്രാവശ്യം ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അറിവിലേക്ക് ഉണർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ജന്മത്തിൽ, ഇതിനു മുൻപും എത്രയോ പ്രാവശ്യം നമ്മൾ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നു. അപ്പോഴൊന്നും നമുക്കുണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ജന്മമില്ല. ദാ ഇപ്പോൾ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് കേൾക്കാൻ അവസരം കിട്ടിയിരിക്കുന്നു. ഈ ധരിച്ചു വച്ചിരിക്കുന്ന ധാരണ ശരിയല്ല. എന്താ ധാരണ? ഈ നാമരൂപധാരിയായ കുട്ടപ്പൻ എന്ന് പറയുന്ന ഞാനാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്നുള്ള ധാരണ. ഞാൻ ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ്, മുസൽമാനാണ് എന്നൊക്കെയുള്ള നമ്മുടെ ധാരണ അതൊക്കെ ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. അതൊന്നും ഉള്ളതേ അല്ല. ഉള്ളതായിട്ടുള്ളത് ഏതൊരു സത്യമാണോ ഈ ഭാവനകളെല്ലാം നമ്മിൽ ഉണ്ടാക്കി നിലനിന്നുകൊണ്ടിരിക്കുന്നത്, ആ പരമസത്യം, അതിനെ നിങ്ങൾ കാണാതെ കാണണം. അതിനാണ് ഗുരുവാക്യം.
വരാഹോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രം നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ദേഹാത്മജ്ഞാനവജ്ഞാനം ദേഹാത്മജ്ഞാനബാധകം ആത്മന്യേവ ഭവേത് യസ്യ ന ഇച്ഛന്നപി മുച്യതേ. ഈ ധാരണ, ഇപ്പോൾ നമ്മിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ധാരണ, ഈ ദേഹമാണ് ഞാൻ എന്നുള്ള ഭാവം, അതാണ് ദേഹാത്മജ്ഞാനവജ്ഞാനം. ഈ ജ്ഞാനം മാറ്റി ഈ ദേഹമല്ല ഞാൻ, ഈ ദേഹത്തിനകത്തിരിക്കുന്ന ദേഹിയാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ആരുടെ ശ്രദ്ധയാണോ അതിലേക്ക് മാറുന്നത്. ദർ ഈസ് മാറ്റം, ചേഞ്ച്. അതാണ് ഇവിടെ പറയുന്നത്. ദേഹാത്മജ്ഞാനവജ്ഞാനം ദേഹാത്മജ്ഞാനബാധകം. ആ ദേഹമാണ് ഞാൻ എന്നുള്ള ഭാവം, ആ ജ്ഞാനം എപ്പോഴാണ് ബാധയേൽക്കുന്നത്, ബാധിക്കുന്നത്, അറിവിലൂടെ ബാധിച്ചില്ലാതാകുന്നത് എപ്പോഴാണ്? ആത്മന്യേവ ഭവേത്. ഞാൻ ഈ ദേഹമല്ല, ദേഹത്തിനകത്തിരിക്കുന്ന ദേഹി ആത്മചൈതന്യം, അതാണ് ആത്മന്യേവ ഭവേത് യസ്യ. അങ്ങനെയുള്ളവൻ ന ഇച്ഛന്നപി മുച്യതേ. അവൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും അവൻ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് വേണ്ടതൊന്നും പറയാൻ നോക്കില്ല, എനിക്ക് മോക്ഷം വേണ്ട എന്നൊന്നും പറഞ്ഞാൽ നോക്കില്ല. നീ നിനക്കിനി ജന്മമില്ല, എനിക്ക് മോക്ഷം വേണ്ട എന്ന് പറഞ്ഞ് ഓടാനൊന്നും പറ്റുകയില്ല. ഈ അറിവിലേക്ക് നിങ്ങൾ ഉണർന്ന് അതിലേക്ക് ഉയർന്ന് അതിൽ നിങ്ങളുടെ പ്രജ്ഞ സ്ഥിരപ്പെടുകയാണെങ്കിൽ, എന്താ പ്രജ്ഞപ്പെടേണ്ടത്? ഈ നിസ്സാരം, ഈ ദേഹമല്ല ഞാൻ, ദേഹത്തിനകത്തിരിക്കുന്ന ദേഹി. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, ദേഹി നിത്യം അവധ്യോയം ദേഹേ സർവസ്യ ഭാരത. ഈ ശരീരത്തിനകത്തിരിക്കുന്ന ദേഹി ആരെ കൊണ്ടും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതിനെ വെട്ടിമുറുക്കാനോ, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ അച്ഛേദ്യോയം അദാഹ്യോയം എന്നിങ്ങനെ ഭഗവത്ഗീതയിൽ തുടർന്ന് പറയും. അതിനെ ഒരു തരത്തിലും നശിപ്പിക്കാനോ വെട്ടിമുറിക്കാനോ വെള്ളത്തിലിട്ട് ദ്രവിപ്പിക്കാനോ അഗ്നിയിലിട്ട് വറുത്തെടുക്കാനോ ഒന്നും സാധ്യമല്ല. ഏത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന നിങ്ങളുടെ സ്വത്ത്. അതുണ്ടായിട്ടും നിങ്ങൾ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. കാശി പോയാൽ കിട്ടുമോ, കൈലാസത്തിൽ പോയാൽ കിട്ടുമോ, മറ്റേ ഗുരുവിനെ കണ്ടാൽ കിട്ടുമോ, ഈ ഗുരുവിനെ കണ്ടാൽ കിട്ടുമോ, അങ്ങനെ ഗുരുക്കന്മാരെ ഒന്നും കണ്ടാലൊന്നും. ഗുരുക്കന്മാരിലൂടെയാണ് ഈ അറിവ് കിട്ടേണ്ടത്. ഈ അറിവ് നിങ്ങൾ ഏതെങ്കിലും ഗുരുവിലൂടെ നേടിയെടുത്ത് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ തന്നെ ഈ ശരീരബോധത്തിൽ നിന്ന് വിടർത്തി ആത്മബോധത്തിലേക്ക് ഉയർത്തി അതിൽ സ്ഥിരപ്പെടുത്തിയാൽ രക്ഷപ്പെട്ടു. എങ്ങനെ രക്ഷപ്പെടുന്നത്? ഇനി ജന്മമില്ല. എന്തുകൊണ്ടാണ് ഇല്ലാതാകുന്നത്? നദി സമുദ്രത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നദിയില്ല, അല്ലേ? നദി സമുദ്രവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നദിയില്ല. യഥാ നദ്യഃ സ്യന്തമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ. ആരാ വിദ്വാൻ? ഇപ്പോൾ കേട്ട ഈ അറിവ് ആരിലാണോ ഉറയ്ക്കുന്നത്, ആരാണോ തിരിച്ചറിയുന്നത്? എന്താ അറിവ്? ഞാനെന്ന് പറയുന്നത് ഈ ദേഹമല്ല, ഈ ദേഹത്തിനകത്തിരിക്കുന്ന ദേഹി. എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ദേഹി, ആ ആത്മചൈതന്യം, ആ പരമാത്മ ചൈതന്യം, ആ സർവേശ്വര ചൈതന്യം, സർവ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സർവാന്തര്യാമി, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ സദാസമയവും അതിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ഈ ശരീരത്തിൽ ഞാൻ ഭാവത്തിൽ വാഴുന്നത്, യാതൊരു തെറ്റുമില്ല, അതിൽ യാതൊരു പതനവും സംഭവിക്കില്ല.
അപ്പോഴെല്ലാം അവരവരുടെ ഉള്ളിൽ ഈ ബോധമുണ്ടായിരിക്കണം. ഈ ഞാനല്ല യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിലും സർവ ശരീരങ്ങളിലും സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസി അവിനശ്യന്തം വിനശ്യൽസി അവിനശ്യന്തം യഃ പശ്യതി സ പശ്യതി. അങ്ങനെ അതിനെ ആരാണോ കാണുന്നത്, അതിന് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട, MA ഡിഗ്രി ഒന്നും വേണ്ട, SSLC പാസ്സാകണമെന്നുമില്ല. തിരിച്ചറിവുണ്ടായാൽ മാത്രം മതി. ആർക്കുമാകാം. വെദർ യു ആർ എ ഹിന്ദു, ആർ എ ക്രിസ്ത്യൻ, ആർ എ മുസൽമാൻ, ബാധകമല്ല. ആധ്യാത്മികത ജാതി മതത്തിനുമൊക്കെ അതീതമാണ്. ഏതൊരാളാണോ തന്നിലെ ആ ആത്മചൈതന്യം, അത് ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, മുസൽമാനല്ല, അതിന് നാമമില്ല, രൂപമില്ല. പിന്നെ എങ്ങനെ അതിനെ ഹിന്ദു എന്ന് പറയുന്നത്? എങ്ങനെയാ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്? എങ്ങനെയാ മുസൽമാൻ എന്ന് പറയുന്നത്? എൻ്റെ ദൈവം, നിൻ്റെ ദൈവം, അവൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ ദൈവത്തെ അളന്ന് മുറിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. ദൈവം ഏകോ ദേവഃ. ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെയും ദൈവമെന്ന് പറയുന്നത് ദിവ്യമായിട്ടുള്ളതാണ്, ഏകം. അതുതന്നെയാണ് പട്ടിയിലും പൂച്ചയിലും കൃമി കീടങ്ങളിലും പക്ഷിമൃഗാദികളിലും വൃക്ഷലതാദികളിലും ഒക്കെ കൂടി കടന്നുപോയി എല്ലാത്തിനെയും നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആ പരമാത്മ ചൈതന്യം. അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ആത്മബോധത്തിലേക്ക് ആരുടെ ശ്രദ്ധയാണോ ഉണരുന്നത്, അതാണ് ഇവിടെ പറഞ്ഞത്. ദേഹാത്മജ്ഞാനവജ്ഞാനം ദേഹാത്മജ്ഞാന ബാധകം ആത്മന്യേവ ഭവേത് യസ്യ. ആ ആത്മബോധത്തിലേക്ക് എന്ന് ആരാണോ ഉണരുന്നത്, അവൻ വേണ്ട എന്ന് പറഞ്ഞാൽ പോലും അവന് മോക്ഷം കിട്ടിയിരിക്കും. ന ഇച്ഛന്നപി മുച്യതേ. അതുകൊണ്ട് ആ അറിവാണ് നേടേണ്ടത്. 68 അല്ലേ, 68ാമത്തെ മന്ത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അധ്യസ്ഥോ രജ്ജു സർപ്പോ അയം സത്യവത് രജ്ജു സത്തയ. ആ അധ്യസ്ഥ സർപ്പം ഉള്ളതുപോലെ കാണപ്പെടുന്നത് ആ കയറിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. അതുപോലെ തഥാ ജഗദിദം ഭാതി സത്യവത് സ്വ ആത്മസത്തയ. അതുപോലെ ഈ ജഗത്ത്, ഈ ലോകം, ഈ പ്രപഞ്ചം ഉള്ളതുപോലെ കാണപ്പെടുന്നത് ആത്മസത്ത ഒന്നുകൊണ്ട് മാത്രം. തൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യത്തിൻ്റെ പ്രതിഫലനമാണ് ഈ കാണുന്നത് മുഴുവൻ. എന്നാൽ ആ ആത്മചൈതന്യമാണ് സത്യമായിട്ടുള്ളത് എന്നറിഞ്ഞ് ആരുടെ ശ്രദ്ധയാണോ അതിലേക്ക് ചേരുന്നത്, ദാറ്റ് ഈസ് കാൾഡ് യോഗ. അതിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ ഹിന്ദു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ ഹിന്ദു അല്ല, ക്രിസ്ത്യാനി ചേർന്ന് കഴിഞ്ഞാൽ അവൻ ക്രിസ്ത്യാനി അല്ല, മുസൽമാൻ ചേർന്ന് കഴിഞ്ഞാൽ അവൻ മുസൽമാൻ അല്ല. എന്തുകൊണ്ട്? ആ ആത്മചൈതന്യത്തിന് ജാതി മത പരിഗണനകളൊന്നുമില്ല. നാമരൂപാത് വിമുക്ത. അത് അങ്ങനെയുള്ള ആ ചൈതന്യം തൻ്റെ യഥാർത്ഥ സ്വരൂപമാണ് എന്ന് വിചാരിച്ച് ഭഗവത്ഗീതയിലെ ഒരു മന്ത്രത്തിൽ പറയുന്നുണ്ട്, അവിഭക്തം ച ഭൂതേഷു വിഭക്തമിവ ച സ്ഥിതം. ആ ആത്മചൈതന്യം അവിഭക്തമാണ്. എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും അവൻ്റെ ഉള്ളിലും ഹിന്ദുവിൻ്റെ ഉള്ളിലും ക്രിസ്ത്യാനിയുടെ ഉള്ളിലും മുസൽമാൻ്റെ ഉള്ളിലും പട്ടിയുടെ ഉള്ളിലും പൂച്ചയുടെ ഉള്ളിലും കൂടി കടന്നു പോകുന്ന ആ ചൈതന്യം നമ്മൾ ബാഹ്യദൃഷ്ടിയിൽ നോക്കിയാൽ വിഭജിക്കപ്പെട്ടതുപോലെ കാണപ്പെടും. ഹിന്ദുവിൻ്റെ ഉള്ളിൽ വേറെ, ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ വേറെ, പട്ടിയുടെ ഉള്ളിൽ വേറെ, പൂച്ചയുടെ ഉള്ളിൽ വേറെ, കൃമികീടാദികളുടെ ഉള്ളിൽ വേറെ. അപ്പോൾ എല്ലാം വിഭജിക്കപ്പെട്ടതുപോലെ കാണപ്പെടുന്ന ആ ചൈതന്യം യഥാർത്ഥത്തിൽ അവിഭക്തം. പക്ഷെ കാണപ്പെടുന്നത് എങ്ങനെയാണ്? വിഭക്തമിവ.
വിഭജിക്കപ്പെട്ടതുപോലെ. ഒരു പട്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പട്ടിയുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവും എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവും ഏകമാണെന്ന് പറഞ്ഞാൽ, വിഭജിക്കപ്പെടാത്തതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല. പട്ടിയുടെ ഉള്ളിലുള്ളത് വേറെയല്ലേ, അത് പട്ടിയുടെ ആ വകുപ്പിനകത്തൊതുങ്ങുന്നതല്ലേ, ഈ മനുഷ്യ ശരീരത്തിനുള്ളത് വേറെയല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം. ഇല്ല, അതാണ് അവിഭക്തം ച ഭൂതേഷു വിഭക്തമിവ ച സ്ഥിതം. വിഭജിക്കപ്പെട്ടതുപോലെ കാണപ്പെടുന്ന ആ ചൈതന്യം ഒരിക്കലും വിഭജിക്കപ്പെട്ടിരിക്കുന്നില്ല, എല്ലാത്തിൽ കൂടിയും. അതാണ് സൂത്രേ മണിഗണായിവ മത്തഃ പരതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം. എങ്ങനെ? സൂത്രേ മണിഗണായിവ. ഒരു മാലയിൽ അനവധി മുത്തുകൾ ഏതു പ്രകാരമാണോ ഒരു ചരടിൽ കോർക്കപ്പെട്ടിരിക്കുന്നത് പോലെ കാണപ്പെടുന്നത്, ആ മുത്തുമണികളെല്ലാം ആധാരമായിട്ട് നിൽക്കുന്നത് ആ ചരടിലാണ്, ആ സൂത്രത്തിലാണ്. അതുകൊണ്ടാണ് വേദവ്യാസൻ എഴുതിയ ശ്രദ്ധേയമായ പുസ്തകം ബ്രഹ്മസൂത്രം. ബ്രഹ്മമാകുന്ന സൂത്രം. ബ്രഹ്മമാകുന്ന സൂത്രത്തിലൂടെയാണ് ഇതെല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നത്. പട്ടി, പൂച്ച, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ഹിന്ദു, ക്രിസ്ത്യൻ, മുസൽമാൻ, സർവവും ദേവാദികൾ, ഇനി എവിടെ കണ്ടുപിടിക്കാനില്ലാത്ത ഏതെങ്കിലും ഗോളങ്ങളിൽ എവിടെങ്കിലും മനുഷ്യരോ മറ്റ് രൂപങ്ങളോ ജീവജാലങ്ങളോ ഉണ്ടെങ്കിൽ അവയുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്നത് ഏകമായ എൻ്റെ ഉള്ളിൽ കൂടിയും കടന്നു പോകുന്ന ആ ബ്രഹ്മമാകുന്ന സൂത്രം. അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ഏതൊരാളാണോ സദാസമയവും അവൻ്റെ ശ്രദ്ധയെ ശിവോഹം 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 എന്ന ഭാവത്തിൽ സദാ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവൻ അതിനെ പ്രാപിക്കുക തന്നെ ചെയ്യും. അത് ശങ്കരാചാര്യ നാരായണ ഗുരുദേവൻ എത്ര ശ്രദ്ധയോടുകൂടി വളരെ ലളിതമായിട്ട് ഏകം സത്യം ന ദ്വിതീയം ഹ്യസത്യം ഭാതി സത്യവത്. ഏകം സത്യം. എന്താ ഏകം? എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യം, ഏകമായിട്ടുള്ള വസ്തു. ഏകോ ദേവഃ, ആ പരമമായ സത്യമാണ് എങ്ങും നിറഞ്ഞിരിക്കുന്ന ഏകമായ സത്യം. ഏകം സത്യം ന ദ്വിതീയം, രണ്ടാമതായിട്ട് മറ്റൊന്നുമില്ല. എങ്കിലും അസത്യം ഭാതി സത്യവത്, എങ്കിലും ആ അസത്യം സത്യമെന്നതുപോലെ കാണപ്പെടുന്നു. ഏതുപോലെ? നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ മന്ത്രം നമുക്കറിയാം. എന്താണ്? താമ്രകൽപ്പിത ദേവാദി താമ്രാദന്യ ഇവ സ്ഫുരേത്. 65-ാമത്തെ മന്ത്രത്തിൽ നമ്മൾ വിചാരം ചെയ്തു ശങ്കരാചാര്യ സ്വാമികൾ. താമ്രകൽപ്പിത ദേവാദി, ചെമ്പിലുണ്ടാക്കിയിരിക്കുന്ന ആ വിഗ്രഹം നമ്മൾ നോക്കിയാൽ ഒരു ശിവൻ്റെ വിഗ്രഹമാണെങ്കിൽ, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ വിഗ്രഹമാണെങ്കിൽ, അല്ലെങ്കിൽ ദേവിയുടെ വിഗ്രഹമാണെങ്കിൽ നാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ദേവീരൂപം, ശിവരൂപം, അല്ലെങ്കിൽ കൃഷ്ണരൂപം ഒക്കെ കാണുന്നു. പക്ഷേ സത്യത്തിൽ അതെന്താണ്? ചെമ്പ് മാത്രം. ആ ചെമ്പിൽ കൽപ്പിതമായിരിക്കുന്ന രൂപമാണ് അതിൽ ഉള്ളതുപോലെ കാണപ്പെടുന്ന ദേവതകളുടെ രൂപം. അത് ശിവനായാലും ശരി, കൃഷ്ണനായാലും ശരി, ദേവിയാണെങ്കിലും ശരി. അതാണ് 65-ാമത്തെ മന്ത്രത്തിൽ അദ്വൈതാനുഭൂതിയിൽ നമ്മൾ വിചാരം ചെയ്തു കഴിഞ്ഞു. താമ്രകൽപ്പിത ദേവാദി താമ്രാദ് അന്യ ഇവ സ്ഫുരേത്. ആ ചെമ്പിനന്യമായിട്ട് സ്ഫുരിക്കുന്നു, ഉള്ളതുപോലെ കാണപ്പെടുന്നു. പ്രതിഭാസ്യാദി രൂപേണ തഥാ ആത്മോത്ഥമിതം ജഗത്. അതുപോലെയാണ് ഈ ജഗത്ത്, ഈ പ്രപഞ്ചത്തിൽ ഉള്ളതുപോലെ കാണപ്പെടുന്ന നാമരൂപാദികളെല്ലാം താമ്രത്തിലോ ശിലയിലോ പണിഞ്ഞു വച്ചിരിക്കുന്ന ശില്പങ്ങളെപ്പോലെ മാത്രം ഉള്ളതേയല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. അതിന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശിലൈവ ശിവലിംഗം ന ദ്വിതീയം ശില്പിനാകൃതം. ശിലൈവ ശിവലിംഗം, ആ കല്ലിൽ പണിഞ്ഞിരിക്കുന്ന ശിവലിംഗം കല്ല് മാത്രമാണ്.
കല്ലിനന്യമായിട്ട് അതിൽ മറ്റൊന്നുമില്ല. അതിൽ നിങ്ങൾ ദേവിയെ കണ്ടാലും ശിവനെ കണ്ടാലും കൃഷ്ണനെ കണ്ടാലും അതൊക്കെ ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. അതിൽ ഉള്ളതായിട്ടുള്ളത് കല്ല് മാത്രം. ശിലൈവ സത്യം ന ദ്വിതീയം, രണ്ടാമതായിട്ട് മറ്റൊന്നും ഇല്ല. അതുപോലെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ആത്മചൈതന്യം മാത്രമാണ് ഏകമായ സത്യം. അതിനെ തിരിച്ചറിഞ്ഞ് ഞാൻ അതാണെന്ന് ബോധിച്ച് ആ അറിവിലേക്ക് നിങ്ങൾ നിങ്ങളെ ഉയർത്തി പ്രതിഷ്ഠിക്കാത്തിടത്തോളം കാലം ആധ്യാത്മികതയിലേക്ക് ഉയരുകയില്ല. എന്തെല്ലാം കഥ നിങ്ങൾ കേട്ടിരുന്നാലും എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നാലും ഈ അറിവിലേക്ക് നിങ്ങൾ എന്നാണോ നിങ്ങളെ ഉയർത്തുന്നത് അന്ന് മാത്രമേ നിങ്ങൾ ആധ്യാത്മികതയിലേക്ക് ഉയരുകയുള്ളൂ. ഇത് ആണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. ഇത് തന്നെയാണ് ആവർത്തിച്ച് കേൾക്കേണ്ടത്. എത്ര പ്രാവശ്യം കേട്ടാലും അത് തെറ്റല്ല. രുദ്രഹൃദയോപനിഷത്തിൽ പറയുന്ന ഒരു മന്ത്രം കൂടെ കേട്ടോളൂ. സ്വശരീരേ സ്വയം ജ്യോതിസ്വരൂപം സർവസാക്ഷിണം. സ്വശരീരേ സ്വയം ജ്യോതിസ്വരൂപം സർവസാക്ഷിണം. എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം. ക്ഷീണദോഷാഹ പ്രപശ്യന്തി ന ഇതരേ മായയാവൃതാഹ. മായ കൊണ്ട് മൂടിയിരിക്കുന്ന ആളുകൾക്ക് ഇതിനെ കാണാൻ കഴിയുകയില്ല. എന്നാൽ ഏതൊരാളിൻ്റെ ഉള്ളിലാണോ ഈ കേൾക്കുന്ന സത്സംഗത്തിലൂടെ പ്രകാശം പരന്നിട്ടുള്ളത്, അതാണ് ദോഷയല്ല ക്ഷീണദോഷാഹ പ്രപശ്യന്തി. ആ ദോഷങ്ങളെല്ലാം നശിച്ചിട്ടുള്ള ആളുകൾ അതിനെ കാണുന്നു. അതിനാണ് സത്സംഗം. നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുക, ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ കേൾക്കുന്ന അവസരത്തിൽ ആളുകൾക്ക് തോന്നും, ഈ സ്വാമി ഇത് തന്നെയാണല്ലോ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കമൻറ്റും വന്നിട്ടുണ്ട്. സ്വാമി ആവർത്തിച്ച് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇതല്ലാതെ പിന്നെ വേറെ എന്തോ പറയാനുള്ളത്? ഈ ഒന്ന് മാത്രമേ സ്വാമിക്ക് പറയാനുള്ളൂ. നിരന്തരം അതാണ് പറയുന്നത്. സ്വശരീരേ സ്വയം ജ്യോതിസ്വരൂപം സർവസാക്ഷിണം ക്ഷീണദോഷാഹ പ്രപശ്യന്തി ന ഇതരേ മായയാവൃതാഹ. മായയാൽ മൂടിയിരിക്കുന്ന, ആ മായയാൽ മൂടിയിരിക്കുന്ന നില എങ്ങനെയാണ്? ഈ കാണുന്ന പ്രപഞ്ചം എല്ലാം സത്യം എന്ന് കരുതിയിരിക്കുന്ന ആ അജ്ഞാനം. അതാണ് അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഹ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത്. അജ്ഞാനേനാവൃതം ജ്ഞാനം. ഈ കാണപ്പെടുന്നതെല്ലാം സത്യമാണ് എന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. അപരോക്ഷാനുഭൂതിയിലും ശങ്കരാചാര്യ സ്വാമികൾ ആ രജ്ജുജ്ഞാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ അദ്വൈതാനുഭൂതിയിൽ ഉള്ള രജ്ജുജ്ഞാനത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റ് പല ശ്ലോകങ്ങളിലൂടെ ഉപനിഷത്ത് വാക്യങ്ങളിലൂടെ നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്വർണത്തിൻ്റെ ഉദാഹരണം ഇല്ലേ? സുവർണാത് ജായമാനസ്യ സുവർണത്വം ച ശാശ്വതം ബ്രഹ്മണോ ജായമാനസ്യ ബ്രഹ്മത്വം തഥാ ഭവേത്. യോഗശിഖോപനിഷത്തിലുള്ളതാണ്. കൃഷ്ണ യജുർവേദത്തിലുള്ളതാണ്. സുവർണാത് ജായമാനസ്യ സുവർണത്വം ച ശാശ്വതം. സ്വർണത്തിലുണ്ടാക്കി നമ്മൾ കഴുത്തിലിട്ടിരിക്കുന്ന മാല, കയ്യിലിട്ടിരിക്കുന്ന വള, വിരലിലിട്ടിരിക്കുന്ന മോതിരം, അരയിലിട്ടിരിക്കുന്ന അരഞ്ഞാണം, തലയിൽ വച്ചിരിക്കുന്ന കൊണ്ട, ഏത് തരത്തിലുള്ള പേരിൽ ഉള്ളതായാലും ആ ആഭരണത്തിൽ ഉള്ളതായിട്ടുള്ള ഒരേ ഒരു വസ്തു സ്വർണം മാത്രം. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന പട്ടി, പൂച്ച, കോഴി, മനുഷ്യൻ
ഹിന്ദു, ക്രിസ്ത്യൻ, മുസൽമാൻ, പർവ്വതം, നദി, മണ്ണ് ഏതെടുത്താലും അതെല്ലാം ആ ഏകമായ വസ്തു മാത്രം, ആ ഉള്ള വസ്തു മാത്രം. അതെവിടെ ഇരിക്കുന്നു? അതെവിടെ പോയി കണ്ടെത്താം? അവരവരുടെ ഉള്ളിൽ കൂടി മാത്രമേ കണ്ടെത്താൻ ഒക്കൂ. അതിൻ്റെ ഗേറ്റ് വേ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളിൽ കൂടി അല്ലാതെ അതിൽ ചെന്നെത്താൻ കഴിയുകയില്ല. കാശി പോയി അതുവഴി ചെന്നെത്തിക്കളയാം, സാധ്യമല്ല. കൈലാസത്തിൽ പോയി ചെന്നാൽ അവിടെയൊക്കെ സാധ്യമാണോ? സാധ്യമല്ല. എന്നാണോ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ആന്തരികമായിട്ട് യാത്ര ചെയ്യുന്നത്, അന്നു മാത്രമേ നിങ്ങൾക്ക് അതിനെ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. ഇത് ആലോചിച്ചുകൊണ്ടിരുന്നാൽ പോരാ, സമയമില്ല. ഇല്ലേ? കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേട്ടു, ഒരു പ്രാവശ്യം അടിച്ചു, അല്ലേ? നിന്നു, പുതപ്പ് വലിച്ചു മൂടി, പിന്നെയും കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും അടി തുടങ്ങി, വീണ്ടും അടിച്ചു, പുതപ്പ് ഒന്നുകൂടെ വലിച്ചിട്ട് അതിനകത്തേക്ക് ചുരുണ്ടു. ഈ തരത്തിൽ സമയം പാഴാക്കി കളയരുത്. പെട്ടെന്നാണ് നമ്മളെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. ഏതുപോലെ വായുർനാവമിവാംബസി, സമുദ്രത്തിൽ കൂടി പോകുന്ന, വള്ളത്തിൽ പോകുന്ന ആളിനെ ഏതു പ്രകാരമാണോ ഒരു ചുഴി വന്ന് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത്, അതുപോലെ സമുദ്രത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴറിയാം, ചിലപ്പോൾ വെള്ളത്തിനടിയിൽ കൂടി അടി ഒഴുക്ക് വരും. അടി ഒഴുക്ക് വന്നാൽ അടിയിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോകും. എനിക്ക് പറ്റിയിട്ടുണ്ട് അങ്ങനെ. സമുദ്രത്തിൽ കുളിച്ചുകൊണ്ട് കിടക്കുന്ന അവസരത്തിൽ അടി ഒഴുക്ക് വന്ന് കാലിലിങ്ങനെ പിടികൂടി വലിച്ചെടുത്തുള്ളിലേക്ക് പോയി. അപ്പോൾ തിരിഞ്ഞു കറങ്ങിയാണ് രക്ഷപ്പെട്ടത്. ഈശ്വര കൃപയുണ്ടെങ്കിൽ ഇന്നിവിടെ ഇരിക്കുമെന്ന് കരുതിയില്ല. കഴിഞ്ഞ ദിവസം കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മതിലിൻ്റെ പുറത്ത് തേങ്ങ വീഴും പോലെ ഭയങ്കരമായിട്ടുള്ള ഒരൊച്ച കേട്ടു. നോക്കിയപ്പോൾ എൻ്റെ തല ചുവരിലടിക്കുകയാണ്. ഞാൻ വീഴുന്നു, തല ചുവരിലടിച്ചു, ഭയങ്കരമായിട്ട് അടിച്ചു. അത് കഴിഞ്ഞ് മൂടിടിച്ച് ഇതാ കിടക്കുന്നു. കുറേ നേരം കിടന്നവിടെ. തല പൊട്ടിയെന്ന് വിചാരിച്ചു, നടുവൊടിഞ്ഞെന്ന് വിചാരിച്ചു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. കുറേ നീര് മാത്രം ഇപ്പോഴും ഉണ്ട്. കിടന്നാൽ എഴുന്നേക്കാൻ മേല. ഇല്ലേ, മറ്റേ ഏഷ്യാനെറ്റിൻ്റെ തമാശ കാണിക്കുന്നതിൽ ഒരു സ്ത്രീയും പുരുഷനും കൂടെ കിടക്കാൻ തുടങ്ങി. അപ്പം ലൈറ്റ് അണയ്ക്കാൻ പറഞ്ഞപ്പോൾ ഭാര്യ എഴുന്നേറ്റ് ഞാൻ അണയ്ക്കാം എന്ന് പറഞ്ഞ് എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ, നീ അവിടെ കിടയടി, ഞാൻ ഭർത്താവല്ലേ, ഞാൻ എഴുന്നേക്കാമെന്ന് പറഞ്ഞ് എഴുന്നേക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ എഴുന്നേക്കാൻ കഴിയുന്നില്ല, അനങ്ങാൻ വയ്യ, നടുവ് വേദന, കയറ് കെട്ടിയിരിക്കുന്നു. ആ കയറി പിടിച്ച് എഴുന്നേക്കാൻ തുടങ്ങുന്നത് പോലെയാണ് ഇപ്പോൾ നമ്മുടെ അവസ്ഥ. എഴുന്നേക്കാൻ പാട്. ആ നടുപിടിച്ചതിൻ്റെ നടുപൊടിയേണ്ടതാണ്, തല പൊട്ടേണ്ടതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ഈശ്വര വിചാരം കൊണ്ട് കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്തുകൂടി പോകും എന്നുള്ളതിൻ്റെ ഉദാഹരണം നേരിട്ട് അനുഭവിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും വലിയ ആശുപത്രിയിൽ കിടക്കേണ്ട നിലയാണ്. അതുകൊണ്ട് നമ്മൾ സദ്വിചാരത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ എത്ര വലിയ ആപത്തിലും നമ്മെ രക്ഷിക്കാനായിട്ട് ആ ഭഗവത് ചൈതന്യം നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. വേഷം കെട്ടുകൊണ്ടൊന്നും രക്ഷയില്ല. വേഷം കെട്ടിയ വിവരം അറിയുകയും ചെയ്യും. അപ്പോൾ സുവർണാത് ജായമാനസ്യ സുവർണത്വം ച ശാശ്വതം, ബ്രഹ്മണോ ജായമാനസ്യ ബ്രഹ്മത്വം തഥാ ഭവേത്. അതുപോലെ ഈ എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ആത്മചൈതന്യമാണ് തൻ്റെ ഉള്ളിൽ കൂടിയും കടന്നു പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ പിടികൂടാൻ ആർക്ക് സാധിക്കും? എന്താ പാട്, എന്തു പാട്! ഭർത്താവ് സമ്മതിക്കില്ല. ഭർത്താവിനോട് പറയണ്ട. നിങ്ങളുടെ അപ്പനപ്പന മരിക്കാൻ സമയത്ത് നിങ്ങളുടെ ഭർത്താവ് കൂടെ വരുമോ? വരില്ല, വരാൻ കഴിയില്ല. നിങ്ങൾ ഭർത്താവായാലും ഭാര്യയായാലും ഈ ശരീരം വിട്ടുപോകുന്ന സമയത്ത്
എന്താണോ നേടേണ്ടതായിട്ടുള്ളത് അവരവർ തന്നെ നേടിയിരിക്കണം. ഒരുത്തരുടെയും അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കരുത്. ഒരുത്തരും അനുവദിക്കുകയില്ല. അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ്? സ്വാർത്ഥത. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ അറിവ് സ്വാർത്ഥത കൂടാതെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് പറഞ്ഞു കൊടുക്കുക, ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുക, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുക്കാനായിട്ട് വലിയ പാടൊന്നുമില്ലല്ലോ, സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഈ കേൾക്കുന്ന കാര്യം നിങ്ങൾക്ക് സുഖമായിട്ട് പറയാം. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. കേട്ട് കേട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപമാണ് എന്ന് ബോധിച്ച് ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ 24 മണിക്കൂറും അതിൽ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ശങ്കരാചാര്യ സ്വാമികൾ ആത്മപഞ്ചകം എന്ന് പറയുന്ന ഒരു പ്രകരണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, രജ്ജു അജ്ഞാനാത് ഭാതി രജ്ജുർ യഥാ അഹി. രജ്ജു അജ്ഞാനാത്, കയറിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് ആ കയറിൽ അഹി, സർപ്പത്തെ ദർശിക്കുന്നു. സ്വാത്മാജ്ഞാനാത് ആത്മനോ ജീവഭാവ. സ്വാത്മാജ്ഞാനാത്, തന്നിലെ ആത്മചൈതന്യത്തെക്കുറിച്ചുള്ള അജ്ഞാനം കൊണ്ട് ആ ആത്മാവിൽ ജീവഭാവം ദർശിച്ച് നമ്മൾ ഓരോരുത്തരും ജീവഭാവത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും നാമരൂപധാരിയായിട്ട് ജീവഭാവത്തിൽ ജീവാത്മാവായിട്ട് അങ്ങനെ വിലസി നടക്കുകയാണ്. അങ്ങനെ വിലസി നടക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ തിരിഞ്ഞു നോക്കാനൊന്നും സമയം കാണില്ല. തീർന്നു. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ എടുത്തോട്ടങ്ങ് പോകും. അതിനു മുൻപ് ഏതൊരാളാണോ ശ്രദ്ധാപൂർവം തൻ്റെ ശ്രദ്ധയെ ഈ ജീവഭാവത്തിൽ നിന്ന് വിടർത്തി ആത്മഭാവത്തിലേക്ക് യോജിപ്പിച്ച് സദാസമയവും ആ ഭാവത്തിൽ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്താ മാർഗം? നിരന്തര വിചാരം. ശിവോഹം 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 ശിവം. ശിവം മംഗളസ്വരൂപം. ആ മംഗളസ്വരൂപമാണ് എൻ്റെ ഉള്ളിലിരിക്കുന്ന എന്നിലെത്താൻ. പക്ഷേ നമ്മൾ ഞാൻ ഭാവത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ശങ്കരാചാര്യ സ്വാമികൾ ആത്മപഞ്ചകത്തിൽ പറയുന്നത്, രജ്ജു അജ്ഞാനാത് ഭാതി രജ്ജുർ യഥാ അഹി. സ്വാത്മാജ്ഞാനാത് ആത്മനോ ജീവഭാവ. ആത്മാവിനെ കുറിച്ചുള്ള അജ്ഞാനം കൊണ്ട് ആ ആത്മാവിൽ ജീവഭാവം ദർശിച്ചുകൊണ്ട് ജീവാത്മാവായിട്ട് നാമരൂപധാരിയായിട്ട് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ആപ്തോക്ത്യാഹി ഭ്രാന്തിനാശേ സരജ്ജു. ആപ്തോക്ത്യ, ആപ്തൻ. ആരാണ് ആപ്തൻ? ഗുരു. എന്താ ആപ്തൻ? അതിനെ പ്രാപിച്ചവൻ. ഏതിനെ? ആ അറിവിനെ പ്രാപിച്ചവൻ. ഏതാ അറിവ്? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ജീവനല്ല, ആ ജീവനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന, ഈ ശരീരത്തിലും സർവ ശരീരങ്ങളിൽ കൂടിയും വ്യാപിച്ചു നിൽക്കുന്ന സർവാന്തര്യാമിയായ ആ ആത്മചൈതന്യമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന അറിവിലേക്ക് ഉണർന്ന്, അതാണ് ആപ്തോക്തി. ആപ്തൻ, അതിനെ അറിഞ്ഞവൻ, അതിനെ പ്രാപിച്ചവൻ. ഗുരുവിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ അറിവാണ്. ഉക്തി, വചനം, ഗുരുവിൽ നിന്ന് കിട്ടുന്ന ഉപദേശം. ആപ്തോക്ത്യ അഹിഭ്രാന്തിനാശേ. അഹി സർപ്പം. ആ കയറിലുണ്ടായിരുന്ന അഹിഭ്രാന്തി, സർപ്പഭ്രാന്തി എപ്പോഴാണ് ഇല്ലാതായത്? ആ പ്രകാശം കൊണ്ടുവന്നപ്പോൾ, വെളിച്ചം കൊണ്ടുവന്നപ്പോൾ, ആ കയറിനെ കണ്ടപ്പോൾ ആ കയറിലുണ്ടായിരുന്ന ആ അഹിഭ്രാന്തി ഇല്ലാതായി. അതുപോലെ ആപ്തോക്ത്യ അഹിഭ്രാന്തിനാശേ സരജ്ജു ജീവോ നാഹം ദേശികോക്ത്യ ശിവോഹം ശിവോഹം ശിവോഹം. ദേശികോക്തിയ, ദേശികൻ ഗുരു. ദേശികോക്തി ഗുരുവചനത്തിലൂടെ നിങ്ങളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. ഞാൻ
ഈ നാമരൂപധാരിയായ ഞാനല്ല, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ കൂടിയും കടന്നു പോകുന്ന ആ ആത്മചൈതന്യം, ശിവം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, എന്നിലെ യഥാർത്ഥ ഞാൻ, എന്നിലെ താൻ എന്ന ബോധത്തിലേക്ക് ഉണർന്ന് സദാസമയവും ആ ഭാവം തന്നിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ശിവോഹം ശിവോഹം എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നാൽ മാത്രം പോരാ. മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഭാവം നിങ്ങളുടെ ഉള്ളിൽ സദാ പ്രകാശിച്ച് നിൽക്കണം. ആ സർവാന്തര്യാമിയെ കണ്ടുകൊണ്ടിരിക്കണം. സർവ ശരീരങ്ങളിൽ കൂടിയും വ്യാപിച്ചു നിൽക്കുന്ന ആ വ്യാപനത്വത്തെ നിങ്ങൾ മനസ്സുകൊണ്ട് ദർശിച്ചു കൊണ്ടിരിക്കണം. അതാണ് ആത്മസാക്ഷാത്കാരത്തിന് കാരണമാകുന്നത്. കിട്ടിയിരിക്കുന്ന ഈ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ടാണ് അമനസ്കോപനിഷത്തിൽ പറയുന്നത്, നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, യഥാ സിദ്ധരസസ്പർശാത് താമ്രം ഭവതി കാഞ്ചനം. സിദ്ധരസ സ്പർശമണി ഉപയോഗിച്ച് പച്ച ഇരുമ്പിനെ ഒന്ന് തൊട്ടാൽ ആ പച്ച ഇരുമ്പ് സ്വർണമായിട്ട് മാറും. സ്പർശമണി. യഥാ സിദ്ധരസസ്പർശാത് താമ്രം ഭവതി കാഞ്ചനം ഗുരുപദേശ ശ്രവണാത് ശിഷ്യ തത്വമയോ ഭവേത്. അതുപോലെ ഗുരുപദേശ ശ്രവണാത്, ഗുരുവിൻ്റെ ഉപദേശം ശ്രവിക്കുന്നതിലൂടെ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്, നിങ്ങൾ അത് ശ്രവിക്കുന്നതിലൂടെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധ ഈ ഞാൻ ഭാവത്തിൽ നിന്ന് വിടർന്ന് തന്നിൽ തന്നെയുള്ള താൻ ഭാവത്തിലേക്ക് യോജിക്കണം. ദറ്റ് ഈസ് കാൾഡ് യോഗ. ഒരുത്തരുടെയും അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കരുത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വച്ച് തന്നെ ആ ഭാവത്തിലേക്ക് നിങ്ങൾ മാറണം. മാറ്റം അത്യാവശ്യമാണ്. മാറാതെ അത് സാധ്യമല്ല. ആ മാറ്റം നിങ്ങളിൽ സ്ഥിരമായിട്ട് തുടരണമെങ്കിൽ നിരന്തര വിചാരം, അതാണ് ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. എന്താ പൂർണ്ണബോധം? ഞാൻ ഈ നാമരൂപധാരിയായ കുട്ടപ്പനല്ല, ഞാൻ നാമരൂപരഹിതമായി സർവ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സർവാന്തര്യാമിയായ ആത്മചൈതന്യം, ആ പരമാത്മ ചൈതന്യം, ആ പരബ്രഹ്മസ്വരൂപം തന്നെയാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് നിരന്തരം ആ ബോധം ശിവോഹം 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 എന്ന് ഉച്ചരിക്കുന്ന അവസരത്തിൽ ആ ബോധം നിങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് പ്രകാശിച്ചു നിൽക്കണം. ഇല്ലാതെ ചുമ്മാ ശിവോഹം 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും കിട്ടത്തില്ല. ആ ഭാവം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം സദാ. അപ്പോൾ പിന്നെ നിങ്ങൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഒന്നുമല്ല. നിങ്ങൾ ആ നാമരൂപരഹിതമായ സർവാന്തര്യാമി സച്ചിദാനന്ദ സ്വരൂപം. ഇത് അമനസ്കോപനിഷത്തിൽ പറയുന്നതാണ്. അതാണ് ഹഠയോഗ പ്രദീപികയിൽ പറയുന്ന ഒരു മന്ത്രം കൂടെ പറയാം. എന്താ അത്? ശാംഭവി മുദ്ര. എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്താ ശാംഭവി മുദ്ര? അന്തർലക്ഷ്യം ബഹിർദൃഷ്ടി. അന്തർലക്ഷ്യം എന്താണ്? ഞാൻ ആ ആത്മചൈതന്യമാണെന്നുള്ള ബോധത്തിൽ തന്നെ ആരുടെ ശ്രദ്ധയാണോ സദാ നിൽക്കുന്നത്, ദാറ്റ് ഈസ് അന്തർലക്ഷ്യം. ബഹിർദൃഷ്ടി, വീട്ടിനകത്ത് നിങ്ങൾ ഈ പ്രപഞ്ചത്തിലെ വിഷയങ്ങളുമായിട്ട് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. കണ്ണ് വിഷയങ്ങളിൽ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ബഹിർദൃഷ്ടി. ബാഹ്യദൃഷ്ടിയിൽ ഈ പ്രപഞ്ചവുമായിട്ട് നിങ്ങൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ അന്തർദൃഷ്ടി ഏതിലാണിരിക്കുന്നത്? വിഷയങ്ങളുമായിട്ട് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജീവനല്ല ഞാൻ. ഈ ജീവനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ശിവം, ആ മംഗളസ്വരൂപം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന ദൃഷ്ടി, എന്ന ഭാവം ആരിലാണോ സദാ നിലനിൽക്കുന്നത് അതാണ് അന്തർദൃഷ്ടി. അന്തർലക്ഷ്യം. അന്തർലക്ഷ്യം ബഹിർദൃഷ്ടി നിമേഷോന്മേഷവർജിത. കണ്ണടയ്ക്കലും തുറക്കലും ഒന്നുമില്ല, ആ ദൃഷ്ടിയിൽ മാത്രം ഇരിക്കുന്ന ഏഷ സ ശാംഭവി മുദ്ര.
വേദശാസ്ത്രേഷു ഗോപിത. വേദശാസ്ത്രങ്ങളെല്ലാം ഗോപ്യമാക്കി വച്ചിരിക്കുന്ന ആ മുദ്രയാണ് ശാംഭവി മുദ്ര. എന്താ? സദാസമയവും ആ ആത്മദർശനം, ആത്മചൈതന്യത്തെക്കുറിച്ച് മാത്രം തൻ്റെ ശ്രദ്ധ ഉണർന്നിരിക്കുന്നതിനെയാണ് ശാംഭവി മുദ്ര എന്ന് പറയുന്നത്. ഇതിനെന്താ തടസ്സം? സ്വാമി, വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടായതുപോലെ അതൊക്കെ ഇല്ലാതായിക്കോളും. അതിനൊക്കെ ഓരോരോ കാരണങ്ങളുണ്ട്. അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക. അതൊക്കെ ബാഹ്യദൃഷ്ടി. പക്ഷേ അപ്പോഴും നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം? അന്തർലക്ഷ്യം. നിങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്, കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്, ദാരിദ്ര്യത്തിൽ കൂടി കടന്നു പോവുകയാണ്. അതൊക്കെ കർമ്മഫലാനുസാരം വന്നു ഭവിച്ചിരിക്കുന്നതാണ്. അതൊക്കെ അതുപോലെ ഇല്ലാതായിത്തീരും. പക്ഷേ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന എന്നിലെ താൻ, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതാണ് അന്തർലക്ഷ്യം. ബഹിർദൃഷ്ടി നിമേഷോന്മേഷവർജിത യേഷ സ ശാംഭവീ മുദ്ര വേദശാസ്ത്രേഷു ഗോപിത. വേദശാസ്ത്രങ്ങളിൽ ഗോപ്യമായിട്ട് വച്ചിരിക്കുന്ന ആ മുദ്ര നിങ്ങൾ സദാ പുലർത്തിക്കൊണ്ടിരിക്കണം. പിടിച്ചെടുത്തുകൊള്ളണം, കളയരുത്. സദാ തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സ്വരൂപം, തന്നിലെ താൻ അറിയാമല്ലോ. എത്രയോ പ്രാവശ്യം കേട്ടു, 1000 പ്രാവശ്യം കേട്ടു. തന്നിലെ താൻ. ആ തന്നിലെ തന്നെ മറക്കാതെ ഞാൻ ഭാവത്തിൽ നിന്ന് ആരാണോ തൻ്റെ ശ്രദ്ധയെ തന്നിലെ താൻ ഭാവത്തിലേക്ക് സദാ ഉയർത്തി നിർത്തുന്നു. ഏത് കർമ്മം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആ ഭാവത്തിൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ നിലനിർത്താം. ശീലിക്കണം. പാട്. ആരും നിങ്ങളെ തടയില്ല. ഒരുത്തരും അറിയേണ്ട കാര്യമില്ല. പാത്രം തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളിലെ താൻ അതിന് സാക്ഷിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇല്ലേ? ആരെങ്കിലും തടസ്സം ചെയ്യാൻ വരുന്നുണ്ടോ? നിങ്ങൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഞാനിനെയും കണ്ടുകൊണ്ട് നിങ്ങളിലെ താൻ സാക്ഷിയായിട്ടിരിക്കുന്നു. ആ താനിൽ നിങ്ങളുടെ ശ്രദ്ധ പുലർന്നുകൊണ്ടിരിക്കണം. ആരുടെയും അനുവാദം വേണ്ട. അങ്ങനെ മെല്ലെ 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 നിങ്ങൾ അതിലേക്ക് നിങ്ങളെ ഉയർത്തണം, ഉദ്ധരിപ്പിക്കണം, അതിൽ സ്ഥിതി നേടണം. അതാണ് മോക്ഷത്തിന് കാരണമാകുന്നത്. ഇനി ജന്മം ഇല്ലാത്ത നിലയിലേക്ക് തന്നെ ഉയർത്തുന്നതിനുള്ള ഒരേ ഒരു മാർഗം, വേറെ ഒരു മാർഗവുമില്ല. മറ്റേ സ്വാമിയെ കണ്ട മോക്ഷം തരും, ഈ സ്വാമിയെ കണ്ട മോക്ഷം തരും, അങ്ങനെയൊന്നും മോക്ഷം കിട്ടുകയില്ല. ഇത് ആരിൽ സംഭവിക്കുന്നുവോ അയാൾക്ക് മാത്രമേ മോക്ഷം കിട്ടൂ. തന്നിലെ ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് തന്നെ ആരാണോ ഉദ്ധരിപ്പിക്കുന്നത് അയാൾക്ക് മാത്രമേ ജന്മമില്ലാത്ത നില, മരണസമയത്ത് തന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന അവസരത്തിൽ ഈ ശരീരം വെടിയേണ്ടി വരുന്ന സമയത്ത് ആരാണോ തന്നിലെ താനിൽ സ്ഥിതി നേടിയിട്ടുള്ളത് അയാൾക്ക് പുനർജന്മമില്ല. അയാൾ ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, മുസൽമാനായാലും ശരി, അമേരിക്കക്കാരനായാലും ശരി, ആഫ്രിക്കക്കാരനായാലും ശരി, ആരാണെങ്കിലും ശരി, മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്ക് ഈ നില ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വായത്തമാവുകയാണെങ്കിൽ, സ്വായത്തമാകുന്നത് എങ്ങനെയാണ്? കേൾക്കുക, നിരന്തരം കേൾക്കുക. അതാണ് ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനം. നിധിധ്യാസനം എന്താണ്? ആ കേട്ട കാര്യത്തെ നിരന്തര വിചാരത്തിലൂടെ ഉറപ്പിക്കുന്ന നില. ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. ആ നില, അതാണ് സ്ഥിതപ്രജ്ഞ ലക്ഷണം. സ്ഥിതപ്രജ്ഞൻ, തൻ്റെ പ്രജ്ഞ അതിൽ സ്ഥിതി നേടിക്കഴിഞ്ഞു.
അല്ലെങ്കിൽ സ്ഥിരപ്രജ്ഞ ലക്ഷണം. തൻ്റെ പ്രജ്ഞ അതിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. അത് നിരന്തരമായ ശ്രവണത്തിലൂടെ അറിയുക, നിരന്തരമായ വിചാരത്തിലൂടെ അതിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുക. അതാണ് ഉദ്ധരേതാത്മനാത്മാനം. ആ ശ്ലോകം അറിയാം സ്വാമി, അറിഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. നിങ്ങൾ തന്നെ നിങ്ങളെ നിരന്തര വിചാരത്തിലൂടെ ഉദ്ധരിപ്പിച്ച് അതിൽ എത്തിച്ച് സ്ഥിതി നേടണം. നദി സമുദ്രവുമായിട്ട് ചേരുന്നത് പോലെ അതിന് നിങ്ങളെ സമർപ്പിക്കണം. അതുകൊണ്ടാണ് ഉപനിഷത്ത് മുണ്ടകോപനിഷത്തിൽ പറയുന്നില്ലേ, നായമാത്മാ പ്രവചനേന ലഭ്യോ ന മേധയാ ന ബഹുനാ ശ്രുതേന യമേവൈഷ വൃണുതേ. ആരാണോ തന്നെ അതിനു വേണ്ടി സമർപ്പിക്കുന്നത്, യമേവൈഷ വൃണുതേ, ആരാണോ അതിനെ വരിക്കുന്നത്. ഏതിനെയാണ് വരിക്കേണ്ടത്? തന്നിലെ തന്നെ. ആരാണോ തന്നിലെ ഞാനിനെ വിട്ടിട്ട് തന്നിലെ തന്നെ വരിക്കുന്നത്, യമേവൈഷ വൃണുതേ തേന ലഭ്യ തസ്യൈഷ ആത്മാ വിവൃണുതേ തനും സ്വ. അവന് മാത്രമേ ആ ആത്മാവ് തൻ്റെ സ്വരൂപത്തെ മറമാറ്റി കാണിച്ചു കൊടുക്കുകയുള്ളൂ. തന്നിൽ തന്നെ ഇരിക്കുന്ന ആത്മചൈതന്യത്തെ മറമാറ്റി കാണിച്ചു തരികയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പറയാം, ഉപനിഷത്ത് ഋഷിമാർ പറയുന്നത് പോലെ, വേദാഹമേദം പുരുഷം മഹാന്തം ആദിത്യവർണം തമസഹ പരസ്താത്. വേദാഹം, അഹം വേദ, ഞാൻ അതിനെ അറിയുന്നു. ഏതിനെ? ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ അറിയുന്നില്ലേ? അത് കേട്ട ഋഷി പാടുകയാണ്, പറയുകയാണ്, വേദാഹമേദം പുരുഷം, ഈ പുരുഷനെ ഞാൻ അറിയുന്നു. ഏതാ പുരുഷൻ? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ ആത്മചൈതന്യം പുരുഷൻ. അവനെ വേദാഹമേദം പുരുഷം ആദിത്യവർണം തമസഹ പരസ്താത്. ആ സൂര്യൻ്റെ പ്രകാശം പോലെ സ്വർണ്ണവർണ്ണത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, അജ്ഞാനത്തിനും അപ്പുറം നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപം. വേദാഹമേദം പുരുഷം മഹാന്തം ആദിത്യവർണം തമസഹ പരസ്താത്. ആ ഇരുട്ടിനും അപ്പുറം നിൽക്കുന്ന, അജ്ഞാനത്തിനും അപ്പുറം നിൽക്കുന്ന ആ പുരുഷൻ. അതിനെ തമേവ വിദിത്വ അതിമൃത്യുമേതി. തമേവ വിദിത്വ, അതിനെ അറിഞ്ഞാലല്ലാതെ, തൻ്റെ ഉള്ളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന തന്നിലെ തന്നെ അറിഞ്ഞാൽ അല്ലാതെ, തമേവ വിദിത്വ അതിമൃത്യുമേതി, മൃത്യുവിനെ അതിജീവിക്കാൻ കഴിയൂ. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? മരണമില്ലാത്ത നില, മോക്ഷം. നിങ്ങൾ അതുമായിട്ട് യോജിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മരണമില്ല. എങ്ങനെ മരണമില്ല എന്ന് പറയുന്നത്? അപ്പോൾ ഈ ശരീരം നശിക്കുന്നു, അതിന് പറഞ്ഞിരിക്കുന്ന കാലാവധി തീരുമ്പോൾ ഈ ശരീരം നശിക്കുന്നു. അത് മരണമല്ല, ശരീരത്തിൻ്റെ നാശമാണ്. പക്ഷേ മരണമില്ലാത്ത നില എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ മരണമില്ലാത്ത സത്യവസ്തുവാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ, മരിക്കുന്നതിന് മുൻപ് ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ അതുമായിട്ട് യോജിപ്പിക്കുന്നത്, അവനാണ് മരണമില്ലാത്ത നില വരുന്നത്. അവൻ്റെ കാലാവധി തീരുമ്പോൾ അവൻ്റെ ശരീരം നശിച്ചു പോകുന്നു, അവന് പിന്നെ പുനർജന്മമില്ല. ഇല്ലാത്ത എല്ലാവരും, പുനർജന്മമില്ല എന്ന് പറയുന്ന ആളുകൾ ഒരുപാടുണ്ട്. അവരുമൊക്കെ ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി ജഡരേ ശയനം എന്ന മട്ടിൽ ഇങ്ങനെ ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കും. അതിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ, മോചനം നേടണമെങ്കിൽ, ജീവിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഞാനെന്ന് പറയുന്നത്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ വസ്തുവിനെക്കുറിച്ച് ബോധവാനായി നിങ്ങളും ഈ ഋഷി പ്രഖ്യാപിച്ചതുപോലെ പ്രഖ്യാപിക്കണം. വേദാഹമേദം, ഞാൻ അതിനെ അറിഞ്ഞിരിക്കുന്നു. ഏതിനെ? എൻ്റെ ഉള്ളിലിരിക്കുന്ന അത്. അതിനെക്കുറിച്ച് എന്താ സാമവേദം പറയുന്നത്? തത് ത്വമസി, നീ അതാവുന്നു. അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ പറയുന്നത്? അഹം ബ്രഹ്മാസ്മി. ആ ചൈതന്യ സ്വരൂപം, ആ ബ്രഹ്മം, ആ ആത്മചൈതന്യം തന്നെയാണ് ബ്രഹ്മം. ആത്മൈവ ബ്രഹ്മ.
ആ അറിവുന്നില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാനുള്ള ഭാഗ്യം ഈ ആത്മവിദ്യാവേദിയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഓ